വെൽക്കം ടു ബേൺ കോഫി. വെൽക്കം ടു 1850s ഒരു കാലഘട്ടത്തിൻ്റെ ഒരു മിനിയേച്ചർ അല്ല, ഒറിജിനൽ ഒരു 1850s കാലത്തിൻ്റെ ഒരു ലൈവ് മ്യൂസിയത്തിലോട്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ 1850s ഗോൾഡ് റഷ് കാലഘട്ടത്തിൽ, അതായത് സ്വർണം ആദ്യമായി കുഴിച്ചെടുത്തു, കണ്ടുപിടിച്ചു ഭൂമിയിൽ, ആ ഒരു മിനറലിൻ്റെ വാല്യൂ മനസ്സിലാക്കി അന്നത്തെ ലോകം മുഴുവൻ സ്വർണത്തിന് വേണ്ടി ഓടി എത്തിയിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോവൻ ഹിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഓസ്ട്രേലിയയിൽ വിക്ടോറിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലുള്ള ബെല്ലാറാട്ട് എന്ന് പറഞ്ഞ ചെറിയ ഒരു സിറ്റി എന്ന് തന്നെ വേണേൽ പറയാം. അതിനകത്തുള്ള ഒരു പ്രീമിയർ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് സോവൻ ഹിൽ. ഇതിൻ്റെ എൻട്രി ടിക്കറ്റ് എനിക്ക് തോന്നുന്നു തെറ്റിപ്പോയിട്ടില്ലെങ്കിൽ $49 ആയിരുന്നു ഒരാൾക്ക്. വെർത്ത് എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി അറിയാനും കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും താല്പര്യമുള്ളവർക്ക് വെർത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തെ പോലെ വേഷമിട്ട ആളുകളും അന്നത്തെ കൈൻഡ് ഓഫ് മെഷീനറീസും ഒക്കെ കാണും. ഈ ആളുകൾ ഇവിടെ വോളണ്ടറി വർക്ക് ചെയ്യുന്നതാണ്. ഇവർ നമ്മളോട് സംസാരിക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇവിടെ ഗോൾഡ് മൈനിങ് കാണാൻ പോവാം, ഗോൾഡ് മൈൻസ് കാണാൻ പോവാം, ചെയ്യാൻ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ ഒരു പരേഡ് ഉണ്ട്. അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ഗൺമാൻ അന്നത്തെ കാലത്തെ ഒരു പോലീസ്മാൻ ആണ്. പുള്ളിക്കാരൻ കുറച്ച് കഥകൾ പറയുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്ന കഥകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യകാലത്ത് ഗോൾഡ് കണ്ടുപിടിച്ച ശേഷം ലോകത്തെമ്പാട് നിന്നും ഒരുപാട് പേര് വരുമായിരുന്നു ഇങ്ങോട്ട് ഗോൾഡ് കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വരുന്ന ആളുകൾക്ക് അന്നുണ്ടായിരുന്ന നിയമം അനുസരിച്ച് ഇവരുടെ കയ്യിൽ ഇതിൻ്റെ ടിക്കറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടായിരിക്കണം. ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഗോൾഡ് എടുക്കാൻ പറ്റൂ. ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇരട്ടി കാശാണ് അന്നത്തെ കാലത്ത് അവർക്ക് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഗോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അറിയാമല്ലോ, വലിയൊരു തുക തന്നെയാണ്. അങ്ങനെ പുള്ളിക്കാരൻ ഇന്ന് നമ്മളെ ഒരു ചെറിയ വെടി പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പുള്ളി പറഞ്ഞ എന്നാന്ന് വെച്ചാൽ, ഇത് അന്നത്തെ പോലീസ്മാൻ്റെ യൂണിഫോം ആയിരുന്നെന്നും പുള്ളി പട്ടാളമല്ലെന്നും ചില കേസിൽ ആളുകളൊന്നും തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ടെന്നും അങ്ങനെ വന്നു കഴിഞ്ഞാൽ തോക്കെടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യാനാണ്. പിന്നെ അന്നത്തെ കാലത്തെ അറിയാമല്ലോ, കരിമരുന്ന് നിറച്ച് ആ ചെറിയ കമ്പ് കൊണ്ട് കുത്തി നിറച്ചിട്ട് വേണം അന്നത്തെ കാലത്ത് ഫയർ ചെയ്യാൻ. അപ്പോൾ എന്തായാലും ഒരു ചെറിയ ഫയറിങ് കേട്ടാലോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഫയറിങ്? ഫോണിൽ കേൾക്കുന്ന പോലെ അല്ല കേട്ടോ, അതിലും ഭയങ്കര ശബ്ദം ഉണ്ടായിരുന്നു. പിന്നെ ഇനി ഈ കാണുന്നത് എന്താണെന്നറിയോ, ഇതാണ് ഗോൾഡ് പാനിങ്. അപ്പോൾ ഈ സ്ഥലത്ത് പോകുമ്പോൾ എല്ലാവരും ചെയ്യുന്ന അടുത്തൊരു ആക്ടിവിറ്റി ഗോൾഡ് പാനിങ് ആണ്. പണ്ടത്തെ ഗോൾഡ് മൈൻ്റെ ഡിഗിങ്ങിൽ നിന്നും ഒഴുകി വരുന്ന ഈ ഒരു വെള്ളത്തിനകത്തൂടെ ഇതുപോലൊരു പാത്രവും ഒരു ഷവലും കിട്ടും. ഇത് വെച്ച് അരിച്ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ തരികൾ കിട്ടും എന്നുള്ളതാണ് സംഭവം. ഇപ്പോഴും കിട്ടും. അപ്പം ഞാൻ ഈ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടപ്പം ഒരുപാട് പേര് പറഞ്ഞു നാട്ടിലും എവിടെയോ ഒരു സ്ഥലത്ത് ഇത് കിട്ടുന്നതായിട്ട് അറിയാമെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ലായിരുന്നു, പറഞ്ഞു തന്നതിന് താങ്ക് യു. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇത് കാണാൻ പറ്റിയത് വലിയ സന്തോഷം. നമ്മൾ ചെറിയ കുപ്പിക്കകത്താക്കിക്കൊണ്ട് പോകും. അപ്പം ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിയില്ല, എൻ്റെ കൂടെ നീതും ടിജോയും ആണുള്ളത്. നീതുവിന് നല്ല രാശിയായിരുന്നു. നീതു എവിടെ പോയി നോക്കിയാലും ഗോൾഡ് കിട്ടും. നീതു ഒരുപാട് കുപ്പിക്കകത്തിട്ടു. ഞാനും പോളും കുറച്ചൊക്കെ ശ്രമിച്ചു നോക്കി. ഇതെന്നാന്ന് വെച്ചാൽ, കാണുമ്പം നല്ല രസം തോന്നുമെങ്കിലും നമ്മൾ കുറേ നേരം ആ മണലിൽ ഇങ്ങനെ കുത്തിയിരുന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാലൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുക്കാൻ തുടങ്ങും. പക്ഷെ നീതു വളരെ ആത്മാർത്ഥമായിട്ട് നീതു പെറുക്കുന്നുണ്ടായിരുന്നു. നീതുവിന് കിട്ടുന്നത് കണ്ടപ്പോൾ ടിജോയ്ക്കും ഇളക്കമായി, ഞങ്ങൾക്കും എല്ലാവർക്കും ഇളക്കമായി. ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് 2-3 തരി ഗോൾഡ് ഒപ്പിച്ചു. ഇത് ഒറിജിനൽ ഗോൾഡ് തന്നെയാണ്. ഇത് നമുക്ക് കൊണ്ടുപോകാം. ഇതിന് മൈനേഴ്സ് ലൈസൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ ഗോൾഡ് മൈനിങ്ങിനെ പറ്റിയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോൾഡ് മൈനിങ് ഇവിടെ ഓസ്ട്രേലിയയിൽ ഇപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ഗോൾഡ് മൈൻ ചെയ്യണമെന്ന് പോലും ഇല്ല, ഗോൾഡ് ഹണ്ടിങ് എന്ന് തന്നെ പറയാം. ചില ഏരിയാസിൽ ഡെസേർട്ടായിട്ടുള്ളിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും സ്വർണം കിട്ടും ഓസ്ട്രേലിയയിൽ. പക്ഷെ നല്ല കഷ്ടപ്പെട്ട പണിയാണ്, എളുപ്പമൊന്നുമല്ല. കാരണം അത്രയും വാല്യുബിൾ ആയിട്ടുള്ള മിനറൽ വെറുതെ ഒന്നും നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ വന്ന് ചാടത്തില്ല. അത് കിട്ടാൻ അത്രയും കഷ്ടപ്പാടുണ്ട്. നമുക്ക് വേണ്ടത് മൈനേഴ്സ് ലൈസൻസോ അല്ലെങ്കിൽ ഗോൾഡ് എടുക്കാനുള്ള ലൈസൻസ് ഇല്ലാതെ ഇത് എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ചെറിയ മഷ്റൂം പോലത്തെ മുട്ടായി കണ്ടോ, ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ പുറത്ത് ഇതുപോലെ ക്യാൻഡി മുക്കിയ സംഭവം. അങ്ങനെ പണ്ടത്തെ കാലത്തെ ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു കാലത്തെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ കിട്ടി. ഇവിടുത്തെ പരേഡ് ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് മിസ് ചെയ്തു. 1 o'clock പരേഡ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ മെൽബണിൽ നിന്ന് പോവുകയാണെങ്കിൽ ഏകദേശം 2 മണിക്കൂർ ട്രാവലാണ്. നമ്മൾ ആക്ച്വലി നേരെ ബെൻഡിഗോയിൽ പോയി നീതുവിൻ്റെ അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോയത്. അവിടെ ചെന്ന സ്ഥിതിക്ക് അവിടുത്തെ ഒരു ഗോൾഡൻ സ്പൂൺ ഒരു സുവനീറും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ ബെല്ലാറാട്ട് സിറ്റിയിൽ ഒന്ന് കറങ്ങി. ഈ കാണുന്ന അംബ്രല്ലാസ് കണ്ടോ, ബെല്ലാറാട്ടിലെ ഈ അംബ്രല്ല ലെയിൻ ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ ഒരു ഫോട്ടോ മസ്റ്റാണ്, എടുക്കാതെ പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ 2 സൈഡിലും ഇതിൻ്റെ ബാക്കിലും കഫേയാണ്. അപ്പം ഒരു അടിപൊളി ഒരു ബൈക്ക് കറപ്പൂപ്പൻ പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾ സിറ്റിയിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി. ഇനി അടുത്തത് ബെല്ലാറാട്ടിൽ കാണാനുള്ളത് ഇവിടുത്തെ കുറച്ച് ബോട്ട് ഷെഡ് ഹൗസസ് ആണ്. ആക്ച്വലി ഇതാ ഈ കാണുന്ന സംഭവം. നമ്മളൊരു കോഫി കുടിച്ച് നേരെ പോയത് ഇത് കാണാനാണ്. ഇതും ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ.
വെള്ളം കണ്ടപ്പോൾ ടിജോയ്ക്ക് മറ്റേ തെറ്റിച്ച് കളിക്കണം, ടിജോ തെറ്റിക്കാൻ തുടങ്ങിയപ്പോൾ പോളിനും തെറ്റിക്കണം. അങ്ങനെ കുറച്ച് നല്ലൊരു പഴയ കാലങ്ങളിൽ പഴയ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ഗോൾഡിൻ്റെ ഒരു കാലഘട്ടവും കണ്ട് നമ്മളും കുറച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് ബെൻഡിഗോയിൽ പോയി റെസ്റ്റ് എടുത്തു. അങ്ങനത്തെ ഡേ തീർത്തു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഓസ്ട്രേലിയയിലെ ഗോൾഡിനെ കുറിച്ചിട്ട് നിങ്ങളും കഥ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. കഴിഞ്ഞ വർഷം നമ്മൾ ബെൻഡിഗോയിലെ ഗോൾഡ് മൈനിങ്ങിൻ്റെ വീഡിയോ ഇട്ടതായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം ബെല്ലാറാട്ടിൻ്റെ അടുത്ത വീഡിയോയിൽ അപ്പോൾ കാണാം. ടാറ്റാ.